again. Welcome back to my YouTube channel. അപ്പം നമ്മളിപ്പം എവിടെയാണ്? നമ്മളിപ്പം തുമ്പോളി അമ്മേൻ്റെ വീടാണ്. നമ്മൾ സ്റ്റിൽ ആലപ്പുഴയിലാണ്. ആലപ്പുഴയിൽ തന്നെയാണ്. ചമ്പക്കുളം ഡാഡിയുടെ വീടും ചമ്പക്കുളം നെടുമുടി ഡാഡിയുടെ വീടും തുമ്പോളി ആലപ്പുഴ അമ്മയുടെ വീടും രണ്ടും ആലപ്പുഴയിൽ തന്നെ അല്ലേ. നമ്മളിപ്പം ചർച്ചിൽ പോകുന്നുണ്ട്. അമ്മയുടെ ചർച്ചും പഠിച്ച സ്കൂളും എല്ലാം കാണാൻ വേണ്ടി പോകും. അപ്പൊ ഗൈസ്, ഈ കാണുന്നതാണ് അമ്മേൻ്റെ പള്ളി, തുമ്പോളി പള്ളി. ആലപ്പുഴ ചേർത്തല ഹൈവേയുടെ അവിടെ നിന്ന് തുമ്പോളിയിൽ നിന്ന് കട്ട് ചെയ്ത് അകത്തേക്ക് വരുമ്പോഴത്തേക്ക് ഈ റോഡ് സ്ട്രെയിറ്റ് വന്നത് ഇവിടെയാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ചേർത്തല തീരദേശ റോഡും ലെഫ്റ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ആലപ്പുഴ ടൗണിലേക്ക് പോകുന്നതാണ്. ഈ സൈഡിൽ കൂടെ റോഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ചർച്ചിൻ്റെ ഫ്രണ്ട് സൈഡിൽ വരും. പിന്നെ ആ റോഡ് സ്ട്രെയിറ്റ് അങ്ങ് പോകുന്നത് ബീച്ച് സൈഡിലേക്കാണ്, തുമ്പോളി ബീച്ച് സൈഡിലേക്കാണ്. ഇതാണ് നമ്മുടെ പള്ളി. സെൻറ്റ് തോമസ് ചർച്ച് എന്നാണ് പള്ളിയുടെ പേര്. പള്ളിയുടെ പേര് സെൻറ്റ് തോമസ് എന്നാണെങ്കിലും നമ്മളിവിടെ മെയിനായിട്ട് ആഘോഷിക്കുന്നത് മാതാവിൻ്റെ പെരുന്നാളാണ്. അതായത് നവംബർ 28 കൊടിയേറി ഡിസംബർ 15 വരെ നീണ്ടു നിൽക്കുന്ന പെരുന്നാളാണ്. ഡിസംബർ 8 മെയിൻ പെരുന്നാൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ചർച്ച്. ഈ നേരെ കാണുന്ന ഗ്രൗണ്ടല്ല സ്കൂളിൻ്റെയാണ്, സ്കൂളിൻ്റെ ഗ്രൗണ്ടാണത്. ആ കാണുന്നത് സ്കൂളാണ്. പള്ളിയോട് തന്നെ ചേർന്ന് നിൽക്കുന്ന സ്കൂൾ നമ്മുടെ പണ്ടത്തെ പള്ളിക്കൂടത്തിൻ്റെ കൺസെപ്റ്റാണ്. ഞാനെല്ലാം 1 മുതൽ 10 വരെ ഈ സ്കൂളിലാണ് പഠിച്ചത്. ഇതാണ് നമ്മുടെ പള്ളിയുടെ ഫ്രണ്ട് വ്യൂ. ഈ തുമ്പോളി എന്ന് പേര് വന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. പണ്ട് ഇത് തോമാപ്പള്ളി എന്നറിയപ്പെട്ടിരുന്നത്. പിന്നെ തോമാപ്പള്ളി അത് ചുരുങ്ങി തോമ്പള്ളിയായി. പിന്നെ തോമ്പള്ളി എന്നുള്ളതാണ് തുമ്പോളി എന്നുള്ള പേരായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പം എല്ലാം തുമ്പോളിപ്പള്ളി എന്നറിയപ്പെടുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ സ്കൂള്. ഞാനും എൻ്റെ സിസ്റ്ററും എല്ലാം ഈ സ്കൂളിൽ തന്നെയാണ് പഠിച്ചത്. ഒരുമാതിരിയുള്ള കുട്ടികളൊക്കെ ഈ ഏരിയയിലുള്ള കുട്ടികളൊക്കെ ഈ സ്കൂളിൽ തന്നെ ആയിരിക്കും പഠിക്കുന്നത്. പണ്ട് മലയാളം മീഡിയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ഇംഗ്ലീഷ് മീഡിയം ഫുള്ളുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ LP സെക്ഷനൊക്കെ എന്താണേലും ഉണ്ട്. ഈ ഓടിട്ട് കാണുന്നതാണ് LP സെക്ഷൻ. അതിൻ്റെ പുറകിൽ UP സെക്ഷൻ. പിന്നെ ഈ ബ്ലൂ കളറിൽ കാണുന്നതൊക്കെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ആ ബിൽഡിംഗ് ഉണ്ട്, പക്ഷേ ഈ പുറമേ ഉള്ള ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആ 2 ബിൽഡിങ്ങിൻ്റെ ഇടക്കൂടെ കാണുന്ന ഒരു യെല്ലോയും ബ്രൗണും ആയിട്ടുള്ള അതാണ് 7th 8th 9th എല്ലാം ഇവിടെയാണ് വരുന്നത്. ഈ പുതിയ ബിൽഡിങ്ങിലായിരുന്നു 10th വന്നുകൊണ്ടിരുന്നത്. 10th ഡിവിഷനെല്ലാം അവിടെയായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു മേളിൽ ഫ്രണ്ടിലുള്ള രൂപവും അതൊക്കെ പിന്നീട് വന്നതാണ്. പിന്നെ നമ്മുടെ പള്ളി ലാറ്റിൻ പള്ളിയാണ്. ആലപ്പുഴ രൂപതയുടെ കീഴിൽ വരുന്ന പള്ളിയാണ് തുമ്പോളിപ്പള്ളി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പള്ളിയുടെ കാഴ്ചകൾ. പിന്നെ ഇനി പള്ളിയുടെ അകത്തേക്ക് പോകാം. ആ പള്ളിയുടെ സൈഡിൽ കൂടെ നേരെ കാണുന്ന ബിൽഡിങ് നമ്മുടെ അച്ഛനൊക്കെ താമസിക്കുന്നതാണ്. ഇനി നമുക്ക് പള്ളിയുടെ അകം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഇതാണ് നമ്മളുടെ പള്ളി. ഇപ്പം അവിടെ മാതാവിൻ്റെ ഉണ്ട്, എല്ലാ സ്ഥലത്തിലും മാതാവിൻ്റെയും ഈശോൻ്റെയും പിക്ചറൊക്കെയാണ്. അപ്പം നമുക്ക് നോക്കാം. പള്ളിയുടെ അകവശം നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല. 2003 to 2009 പള്ളിയുടെ റെനോവേഷനായിരുന്നു. ഇത് റെനോവേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പം ഈ കാണുന്ന ഇങ്ങനെ ഈ അൽത്താരയിൽ ഈ നടുക്ക് കാണുന്ന ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്ന മാതാവിൻ്റെ രൂപമാണ് നമ്മൾ പെരുന്നാളിൻ്റെ സമയമാകുമ്പോൾ നട തുറന്ന് പുറത്തിറക്കുന്നത്. അത് പെരുന്നാൾ ആ രൂപമാണ് പ്രദക്ഷിണത്തിനൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് പെരുന്നാളിൻ്റെ കഴിയുന്ന സമയത്ത് മാതാവിൻ്റെ രൂപം തിരിച്ച് മേലെ കയറ്റി നടയടക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്.
ഇത്രയൊക്കെയാണ് നമ്മുടെ പള്ളിയുടെ അകത്തെ കാഴ്ചകൾ. ഇനി നമുക്ക് പള്ളിയുടെ പുറത്തെ സൈഡിലേക്ക് പോകാം. നമ്മുടെ പള്ളിയുടെ എൻട്രൻസിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ചൊരു ചെറിയ ലിഖിതം ഇവിടെ ഉണ്ട്. അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് മുതൽ പള്ളി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ലേറ്റസ്റ്റ് റിനോവേഷൻ വരെയുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, കാലാന്തരത്തിൽ പള്ളിയിലുണ്ടായ ചേഞ്ചസും മറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് അറിയാൻ പറ്റും. ഇതിപ്പം നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ റോഡ് നേരെ സ്ട്രെയിറ്റ് പോകുന്നത് ബീച്ച് സൈഡിലേക്കാണ്. ആ പോകുന്ന വഴിക്ക് പള്ളിയുടെ തന്നെ 2 കുരിശടിയും ഉണ്ട്. ഇത് നമ്മുടെ പള്ളിയിലെ അച്ഛന്മാർ താമസിക്കുന്നതും പിന്നെ മേളിലെ അച്ഛന്മാർ താമസിക്കുന്നതും താഴെ നമ്മുടെ കാറ്റിസത്തിൻ്റെയൊക്കെ ഓഫീസും സുവിശേഷാലയവും അവിടെ തന്നെയാണ്. ഇവിടെ ഈ ഗ്രോട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട്. നമ്മുടെ ഈ മാതാവ് കപ്പലോട്ടക്കാരി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ അറിയപ്പെടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എറൗണ്ട് 1600 പാരീസിൽ നിന്ന് വന്നൊരു കപ്പൽ നമ്മുടെ ഈ ഏകദേശ തീരത്ത് വന്നപ്പോഴത്തേക്ക് കാറ്റിലും കോളിലും ഒക്കെ ആയിട്ട് കപ്പൽ ഉറച്ചുപോയി, മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് കപ്പലിൻ്റെ കപ്പിത്താൻ ആ മാതാവിൻ്റെ രൂപം നമ്മുടെ പള്ളിയിൽ കൊടുത്തിട്ട് അവർ പോയി. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഈ കപ്പലിൽ നിൽക്കുന്ന മാതാവിൻ്റെ ഗ്രോട്ടോ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ഫിഷ് ഉണ്ട്. ഓ, പക്ഷേ ഇതാണ് നമ്മുടെ ഷിപ്പ്. ഒരു പോണ്ടിൻ്റെ ഷേപ്പിലുണ്ടാക്കി അതിൻ്റെ അകത്ത് ഈ കപ്പൽ നിൽക്കുന്നു എന്നുള്ള രൂപത്തിലാണ്. കാരണം കപ്പലിൽ വന്ന് ഇവിടെ മാതാവിൻ്റെ രൂപം ഇവിടെ പ്രതിഷ്ഠിച്ചു എന്ന് പറയുന്ന ഒരു ഐതിഹ്യത്തിലാണ്. അങ്ങനെ ഇതിൻ്റെ അകത്ത് ഫിഷൊക്കെ ഉണ്ട്, പക്ഷേ ഫിഷൊന്നും കാണാൻ പറ്റില്ല. അവിടെ ഒരു ഓറഞ്ച് കളറിൽ തെളിഞ്ഞ് കാണുന്നുണ്ടോ? അതൊരു ഫിഷാണ്. കാണാൻ പറ്റുന്നുണ്ട് നന്നായിട്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും. ഇവിടെ സൈഡിൽ കൂടെ സ്റ്റെപ്പുണ്ട്. നമുക്ക് ഈ സ്റ്റെപ്പിൽ കൂടെ കയറി മേളിലേക്ക് എത്താൻ പറ്റും. ഇവിടെ സ്റ്റെപ്പുണ്ട്. ഇതാണ് നമ്മുടെ തുമ്പോളി മാതാവ്. സ്ട്രോങ് ആയിട്ട് ഉള്ള കയറ്. നേരത്തെ കണ്ടത് തന്നെയാണ്. അതിൻ്റെ സെയിം തന്നെ ഇംഗ്ലീഷ് വേർഷനിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും 2 സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ ഒരു ക്ലാസ്. സാറ് കുട്ടികളെ പുറത്തു കൊണ്ടുവന്ന് മരത്തിൻ്റെ താഴെ ഇരുത്തി പഠിപ്പിക്കുകയാണ്. പണ്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ചില വീടിങ്ങനെ പുറത്തു വന്ന് പഠിക്കാറുണ്ടായിരുന്നു. നമുക്കിത് കാണുമ്പോൾ അതൊക്കെ ഓർമ്മ വന്നു. ആ മരത്തിന് ചുറ്റും പിള്ളേരെ ഇരുത്തി സാറ് നടക്കുന്നത് പഠിപ്പിക്കുക. ഇത് തുമ്പോളി സ്കൂളിലെ കുട്ടികളാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് ആനവാതിലിൻ്റെ അതിലൂടെ മാതാവ് ഇറങ്ങുന്നത്. മാതാവ് അതുവഴി ഇറങ്ങി ബീച്ചിൻ്റെ ആ സൈഡിലേക്ക് പോകും. ആ സൈഡ് നമുക്ക് ജസ്റ്റ് വണ്ടിയിൽ നിന്ന് അവിടം വരെ പോയിട്ട് തിരിച്ചു വരാം. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഈ പള്ളിയുടെ നേരെ ഈ താഴെ കാണുന്ന ഈ പുല്ലിൻ്റെ ഇത് കണ്ടോ, ഈ കാറ് കിടക്കുന്ന സ്പേസ്, അതിലേ കൂടെ നേരെ പോയി ആ കുരിശടി ഉണ്ടോ അതിൻ്റെ സൈഡിൽ കൂടെ പോയി നേരെ പോയി അതിൻ്റെ അപ്പുറത്തൊരു കുരിശടിയും കൂടെ ഉണ്ട്. ആ കുരിശടി അത് വലം വെച്ച് തിരിച്ചു വരും. ഇത് കോൺവെന്റ് ആണ്. പള്ളിയുടെ തന്നെ കന്യാസ്ത്രീകൾ ഇവിടെയാണ്. ഇവിടെ കാറ്റീസും ഒക്കെ ഇവരുടെ നേതൃത്വത്തിലാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു ചെറിയ സ്കൂളുണ്ട്, KG1 KG2. എൻ്റെ സിസ്റ്റർ ഇവിടെ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. ആ കാണുന്ന ബിൽഡിംഗ് ആണ് സ്കൂൾ. ഇതാണ് ചെറിയ ചാപ്പല്. അതിൻ്റെ അപ്പുറേ കാണുന്നതാണ് നമ്മുടെ പള്ളിയുടെ സിമിട്രി ഇവിടെയാണ്. ഇതാണ് പള്ളിയുടെ സിമിട്രി. ഇത് തുമ്പോളി ബീച്ചിലേക്ക് പോകുന്നതാണ്. ഈ റോഡ് സ്ട്രെയിറ്റ് കയറി നേരെ കാണുന്നത് ബീച്ചാണ്. ഇത് ബസ് പോകുന്ന റൂട്ടൊന്നുമല്ല, അത്യാവശ്യം നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് സഞ്ചാരയോഗ്യമായിട്ടുള്ള റോഡാണ്. വേറൊരു കുരിശടിയും കൂടെ വരുന്നുണ്ട്. യെസ്, ഈ കുരിശടിയുടെ ഇവിടം വരെയാണ് നമ്മുടെ പ്രദക്ഷിണം വരുന്നത്. ഈ കുരിശടി ഇങ്ങനെ വലം വെച്ച് ഈ റോഡിൽ കൂടെ നേരെ തിരിച്ച് പള്ളിയിലേക്ക് കയറും.
കുരിശടിയാണ്. ഈ കുരിശടിയുടെ ഈ പുറകിൽ കൂടെയാണ് പ്രദക്ഷിണം ഇങ്ങനെ റൗണ്ട് ചെയ്ത് തിരിച്ച് നേരെ പള്ളിയിലേക്ക് പോയി കയറും. നമ്മുടെ പള്ളിയിലെ കഴിഞ്ഞ പെരുന്നാളിൻ്റെ കുറച്ച് പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഈ വീഡിയോൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്, നമുക്കത് കാണാം. ഇവിടെ കുറേ ബോട്ടുകളൊക്കെ കിടപ്പുണ്ട്. ഈ സൈഡിലുള്ളവരുടെ മെയിൻ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് ഫിഷിങ്, മത്സ്യബന്ധനം തന്നെയാണ്. പിന്നെ യങ്ങ ജനറേഷനൊക്കെ കുറേ പേര് പഠിച്ച് ഗവൺമെൻറ് ജോലിയും അല്ലാണ്ടുള്ള നോർമൽ ജോബ്സൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അച്ഛന്മാരുടെയൊക്കെ ജനറേഷനുള്ള അവരുടെയൊക്കെ മെയിൻ ഒക്കുപ്പേഷൻ എന്ന് പറയുന്നത് ഇത് മത്സ്യബന്ധനം, ഫിഷിങ് തന്നെ ആയിരുന്നു. അപ്പം ഗായ്സ്, ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഈ പള്ളിയെ കുറിച്ചാണ്. അപ്പം തുമ്പോളിപ്പള്ളി, തുമ്പോളി സ്കൂള്, അതിൻ്റെ പരിസരം, മാതാവിൻ്റെ പെരുന്നാൾ, ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ വി വിൽ കം ബാക്ക് വിത്ത് അനദർ വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ.